വഖാല തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅമ്മാഹി നിങ്ങൾ സ്വതക്ക പരസ്യമായി ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നല്ലതാണ്. വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹൽ ഫുഖറാ എന്നാൽ നിങ്ങൾ രഹസ്യമായി അത് ഫുഖറാക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും അതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. വയുകഫിറു അൻകും മിൻ സയ്യിആതികും അത് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ കാരണമാകും. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ അല്ലാഹു നിങ്ങളുടെ പ്രവൃത്തികൾ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ സൂക്ഷ്മമായ ഒരു ഫായതയുണ്ട്. ആയത്തിൽ ചിന്തിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യം. സ്വതക്ക പരസ്യമായും ചെയ്യാം രഹസ്യമായും ചെയ്യാമെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻ തുബ്ദു സ്വദഖാത ഫനിഅമ്മാഹി നിങ്ങൾ പരസ്യമായി സ്വതക്ക ചെയ്താലും നല്ല കാര്യമാണ്. പക്ഷേ ദരിദ്രർക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഫുഖറാക്കൾക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹൽ ഫുഖറാ നിങ്ങൾ രഹസ്യമാക്കുകയും ഫഖീറിന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ പരസ്യമായ സ്വതക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വതക്ക എന്ന വാക്കാണ് ഉപയോഗിച്ചത്. രഹസ്യമായ സ്വതക്കയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഫഖീറിന് കൊടുക്കൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? പരസ്യമായ സ്വതക്ക അതും നല്ലതാണ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഒരു ഫഖീറിനെ അപമാനിക്കൽ അതും അനുവദിച്ചു എന്നല്ല, അതൊരിക്കലും അനുവദിക്കുന്നില്ല. പരസ്യമായ സ്വതക്ക എന്താണ്? എന്തെങ്കിലും പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത്, ഒരു പള്ളിക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് പരസ്യമായിട്ട് ചെയ്യാം. കാരണം മറ്റുള്ളവർക്ക് മാതൃകയാക്കാം, കൂടുതൽ ആളുകൾ അതിന് മുന്നോട്ട് വരാൻ കാരണമാകും എന്നൊക്കെ ഉണ്ടെങ്കിൽ പരസ്യമാക്കാം. പക്ഷെ ഫഖീറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് രഹസ്യമായിട്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അപ്പൊ ഒരു സാഹചര്യത്തിലും സ്വതക്ക വാങ്ങുന്നയാളെ ഉപദ്രവിക്കാൻ അപമാനിക്കാൻ അനുവാദമില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം.